Hello and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടീഷണർ ഷാമ്പൂ എങ്ങനെ ചെയ്യാമെന്നുള്ളത് രണ്ടും കൂടെ ചേർത്തൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കുറേ പേർക്ക് ഡൗട്ടാണ് എങ്ങനെയാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കണ്ടീഷണർ നമുക്ക് എങ്ങനെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാനായിട്ട് കണ്ടീഷണർ ഏതെല്ലാം രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എന്തോരം ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കിപ്പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ, ഉടനെ തന്നെ കാണാനും പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷണറാണ്. ഇത് ബോഡി ക്യൂബിക്സിൻ്റെ കെരാറ്റിൻ ഹെയർ കണ്ടീഷണർ വിത്ത് ഹൈഡ്രോളിസൈഡ് കെരാറ്റിൻ പ്രോട്ടീൻ ആൽമണ്ട് ഓയിൽ ആൻഡ് ആർഗൻ ഓയിലാണ്. ഇത് നല്ലൊരു കണ്ടീഷണറാണ്. ഇതിനകത്തുള്ള ആൽമണ്ട് ഓയിലാണെങ്കിലും ആർഗൻ ഓയിലാണെങ്കിലും കെരാറ്റിൻ പ്രോട്ടീൻ ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആണ്, അതുകൊണ്ട് നമുക്ക് മോയ്സ്ചർ നഷ്ടപ്പെട്ടിട്ട്, ഇപ്പോൾ കെമിക്കലി ട്രീറ്റഡ് അല്ലാതെ തന്നെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് മോയ്സ്ചർ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സോപ്പൊക്കെ ഉപയോഗിച്ചു ഭയങ്കര ചകിരി പോലെ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷണർ നല്ലതാണ്. എന്ന് വെച്ചാൽ ഫ്രിസിനെസ് നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും. പിന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അങ്ങനെ മോയ്സ്ചർ നഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ അങ്ങനെയുള്ള ഹെയർസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷണർ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നന്നായിട്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട് ഈ കണ്ടീഷണർ ഹെൽപ്പ് ചെയ്യും. കാരണം നല്ല തിക്ക് ആൻഡ് റിച്ച് കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു സിൽക്കി ആയിട്ടുണ്ടാകും. നമ്മുടെ ഹെയർ കാണുമ്പോൾ തന്നെ നല്ലൊരു സിൽക്കി ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല, ആ മാതിരി ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു സ്മെല്ല് നമ്മുടെ ഹെയറിന് കിട്ടും ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. നല്ലൊരു സ്മെല്ലും കൂടി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ വോമിൻ്റെ കോക്കനട്ടിൻ്റെ ഒരു കണ്ടീഷണറില്ലേ, അതെന്ന് വെച്ചാൽ ഭയങ്കര തിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പമ്പ് ചെയ്തെടുക്കാൻ. പിന്നെ പമ്പ് ചെയ്യുന്ന സൂത്രം വരില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി തിക്കായിട്ടുള്ള സംഭവം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു കെരാറ്റിൻ്റെ ഈ ഒരു കണ്ടീഷണർ കുറച്ചൊരു അത്രയും തിക്കായിട്ടുള്ള ഫോമിലല്ല, എന്നൊട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അതിൻ്റെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈസി ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ബ്ലൂ കളറിലൊരു നല്ല ഭംഗിയുള്ളൊരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. പിന്നെ ഇത് 500 ml ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിന് 699 റുപ്പീസാണ്. പക്ഷേ ഓഫർ ഉണ്ട്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 399 ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടീഷണർ നമുക്ക് കെമിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ള ഹെയർസിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ സ്മൂത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഹെയർസിന് ഏത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെയല്ല, അവർക്ക് ഈ ഒരു കണ്ടീഷണറും ഇതിൻ്റെ തന്നെ ഷാമ്പൂ നല്ലതായിരിക്കും. കാരണം ഇത് കെരാറ്റിൻ പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളർ ഫെയ്ഡ് ഔട്ട് ആവാതെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഒരു മൈൽഡ് ആയിട്ടുള്ളതാണ്. മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ഇത് പാരബൻ ആൻഡ് മിനറൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. കാരണം നമ്മുടെ ഹെയറിന് വേണ്ടത്ര എടുക്കുക, അല്ലാണ്ട് കുറച്ചെടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ഹെയറിന് വേണ്ടത്ര ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. ഇപ്പോൾ എൻ്റെ ഹെയറിന് ഇത് ഇത്രയും മതി. ഇത് കുറച്ച് കട്ടിക്കുള്ളതാണ്, മീൻസ് കണ്ടോ, കുറച്ചൊരു കട്ടിക്കുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും ഒരു ക്വാണ്ടിറ്റി നമ്മുടെ ഹെയറിന് വേണം, അല്ലാണ്ട് ഇച്ചിരി എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്തോരം വേണോ അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ മീൻസ് കയ്യിലെടുക്കുക. അതിന് ശേഷം നമ്മൾ 2 കൈയും കൂടി തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒന്ന് കണ്ടോ, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലെ ചൂട് അതിലോട്ട് കിട്ടും. അപ്പോൾ അത് ഒന്നുകൂടി നല്ല ബെറ്ററായിട്ട് നമ്മുടെ ഹെയറിൽ പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ടിപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുടിയുടെ തുമ്പത്തിൽ നിന്ന് വേണം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അത് സ്ലോ ആക്കി ഇട്ടിരിക്കണേ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ. കണ്ടോ, അപ്പോൾ ആദ്യമേ നമ്മൾ തുമ്പിലിടുക. കാരണം നമുക്ക് എപ്പോഴും മോയ്സ്ചർ നഷ്ടമാവുന്നത് നമ്മുടെ മുടിയുടെ ടിപ്പിലാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ മുടിയുടെ തുമ്പിലായിരിക്കും ഒരുപാട് ചകിരി പോലെ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഒരുപാട് സ്പ്ലിറ്റൻസ് ഉണ്ടാവുക, തിന്നായിട്ടുള്ള മുടി ഉണ്ടാവണമൊക്കെ നമ്മുടെ തുമ്പിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിലെ മോയ്സ്ചർ കണ്ടൻറ്റ് നഷ്ടമാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ ഒരു കണ്ടീഷണർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അതുമ്പോൾ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ
എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ തുമ്പിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു ഫ്യൂ സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടീഷണർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഹെയർ സ്ട്രാൻഡ്സിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഹെയർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ബാക്കിലൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ടുള്ള പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഷാമ്പു അപ്ലൈ ചെയ്യുന്ന എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ തന്നെ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിരിക്കണം. കണ്ടീഷണർ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടേ ഇല്ല. അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ ഷാമ്പു ചെയ്യുന്നോ അപ്പോഴൊക്കെ കണ്ടീഷണർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് കുറച്ചൊന്നും ഇങ്ങനെ മസാജ് ചെയ്യുക, ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുടി ഒന്ന് ചുറ്റിക്കെട്ടി വയ്ക്കുക. ചുറ്റിക്കെട്ടി അല്ലെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ഇട്ടിട്ട് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് നേരം ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ മിനിമം 1 മിനിറ്റ് എങ്കിലും നമ്മുടെ ഹെയറിൽ ഈ ഒരു കണ്ടീഷണർ വയ്ക്കണം. എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഈ കണ്ടീഷണറിൻ്റെ ഗുണം നമ്മുടെ മുടിക്ക് കിട്ടുള്ളൂ. മീൻസ് അത് കുറച്ചൊന്ന് ഹെയർ സ്റ്റാൻസിലോട്ട് കയറണം. അല്ലാണ്ട് നമ്മൾ ഉടനെ ഇട്ട്, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക, ഉടനെ ഇട്ട് അപ്പം തന്നെ കഴുകിക്കളയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമില്ല. അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മുടെ മുടിയുമ്മൽ ആ ഒരു കണ്ടീഷണർ ഇരിക്കുക. അതിന് ശേഷം വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ നോർമൽ വാട്ടർ കൊണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനുള്ളതല്ല കണ്ടീഷണർ സ്കാൽപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചിലവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കണ്ടീഷണർ സ്കാൽപ്പിൽ യൂസ് ചെയ്യാനേ പാടില്ല. സ്കാൽപ്പിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹെയർ തിന്നായി പോകാനും അതുപോലെ തന്നെ ഊരിപ്പോരാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷണർ സ്കാൽപ്പിൽ ഇടുകയെന്നുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കണ്ടീഷണർ എടുക്കുമ്പോൾ നമ്മുടെ ഹെയറിന് വേണ്ടത്ര എടുക്കുക. അതായത് പിശുക്കി എടുക്കാണ്ട് നമുക്ക് എന്തോരമാണോ വേണ്ടത്. നമ്മുടെ നീളമുള്ള ഹെയറൊക്കെയാണ്, എൻ്റെയൊക്കെ ഹെയർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് എന്തോരം വേണമെന്നുള്ളത്. എനിക്ക് അത്യാവശ്യം കുറച്ച് നീളമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന് വേണ്ടി അത്രയും ക്വാണ്ടിറ്റി എടുത്തെങ്കിലാണ് ആ ഒരു കണ്ടീഷണറിൻ്റെ വർക്ക് അതിന് കറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 5 മിനിറ്റ്സ് എങ്കിലും ഇല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് മിനിമം 1 മിനിറ്റ് എങ്കിലും നമ്മുടെ ഹെയറിലൊന്ന് വയ്ക്കുക. കാരണം അങ്ങനെ വച്ചെങ്കിലാണ് അതിനവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഹെയർ വാഷ് ചെയ്ത് കെട്ടി വയ്ക്കുക, കണ്ടീഷണർ വെച്ചിട്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഫുൾ ദേഹം എല്ലാം കഴുകാമെന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെ കുളിക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ നമ്മൾ ഒത്തിരി നേരം വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്, ഹെയറിൽ വെച്ചിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരില്ല. അപ്പോൾ എപ്പോഴും ഹെയറിൽ കണ്ടീഷണർ ഇട്ട് ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മൾ ഹെയറിൽ അങ്ങനെ തന്നെ വയ്ക്കുക. എങ്കിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഭംഗിക്ക് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. കണ്ടീഷണർ അങ്ങനെ തന്നെ ഹെയറിൽ വയ്ക്കരുത്. കാരണം അങ്ങനെ വയ്ക്കാന്നുണ്ടെങ്കിൽ ഹെയർ തിന്നായിപ്പോൾ അതുപോലെ ഹെയർ ഡാമേജ് ആവും, സ്പ്ലിറ്റ് എൻഡ്സ് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഹെയറിൽ ഈ കണ്ടീഷണർ വയ്ക്കാന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ലിവിങ് കണ്ടീഷണർ പോലെ കുറച്ചിടാം. അങ്ങനെ ഇടാണെങ്കിൽ ഹെയർ നന്നായിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ഹെയർ ഡാമേജ് ചെയ്യിപ്പിക്കും. അപ്പോൾ എപ്പോഴും ഹെയറിൽ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടീഷണർ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ഷാമ്പൂ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം കണ്ടീഷണർ കൂടെ ഇട്ടിട്ടുണ്ടാവണം. പിന്നെ കണ്ടീഷണർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് റിച്ച് ആയിട്ടുള്ള കണ്ടീഷണർ മേടിക്കുക. റിച്ച് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോക്കനട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു നമുക്ക് ഒരു നല്ലൊരു മോയ്സ്ചർ ചെയ്യുന്ന കണ്ടൻസ് ഉള്ള കണ്ടീഷണർ വാങ്ങിക്കുന്നതാണ് കുറേ കൂടി നന്നായിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ കുറേ കൂടി തിക്കായിട്ടുള്ള ഒരു കണ്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ ഒന്നും കൂടി മോയ്സ്ചറൈസ് ചെയ്ത് നന്നായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ചൊരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അർഗൻ ഓയിലിൻ്റെ കണ്ടീഷണർ, കോക്കനട്ടിൻ്റെ കണ്ടീഷണർ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കുറച്ചൊരു തിക്കായിട്ടുള്ളതാണ്. അങ്ങനെ തിക്ക് ഫോമിലുള്ള കണ്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ, മീൻസ് ഞാൻ പറഞ്ഞെന്താ മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെയറിന് ഒന്നും കൂടി ബെറ്റർ ആണ്. പിന്നെ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുടിയുടെ തുമ്പിൽ നിന്ന് വേണം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട്. തുമ്പിൽ ആദ്യമേ ഫുൾ അപ്ലൈ ചെയ്യുക, അതിന് ശേഷം വേണം നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ തട്ടരുത്, ഈ ഭാഗത്ത് നിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടിപ്പിൽ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ടിപ്പിൽ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മുടെ കണ്ടീഷണർ മേലേക്ക് കൊണ്ടുവരാൻ. കാരണം ടിപ്പിലാണ് മോയ്സ്ചറൈസേഷൻ കൂടുതൽ വരുന്നത്. എപ്പോഴും നമ്മുടെ മുടിയുടെ അറ്റാണ് സ്പ്ലിറ്റായി പോകാറുള്ളത്, അറ്റാണ് എപ്പോഴും തിന്നായി പോകാറുള്ളത്. എല്ലാ പ്രശ്നങ്ങളും തുമ്പിലാണ് വരുന്നത്. അപ്പോൾ ആ തുമ്പിലാണ് നമുക്ക് മോയ്സ്ചറൈസേഷൻ പെട്ടെന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസേഷൻ കൊടുക്കേണ്ടത് ഹെയറിൻ്റെ ടിപ്പ് പോർഷനിലാണ്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷണറായിട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലിവിൻ കണ്ടീഷണർ പോലെ നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിലൊക്കെ എടുത്ത് നമ്മുടെ മുടിയുടെ തുമ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുടിയുടെ തുമ്പിന് ഒരു മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നതാണ്. അത് നല്ലതാണ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ ആർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്, പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. സോ അപ്പോൾ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.